മോർലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വൈകിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പോകണം. ഒരു വെറൈറ്റി സ്നാക്സ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലോട്ടോ. അങ്ങനെ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഈ ചോറ് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ, വെള്ളമൊന്നും ചേർക്കരുത്. അങ്ങനെ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇരിക്കും കേട്ടോ. ഇത് എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെക്കണം. പിന്നെ അതിലോട്ട് വേണ്ടത് ഒരു സവാള, 2 പച്ചമുളക്, പിന്നെ കുറച്ച് കരിവേപ്പില, ഇതും കൂടി എല്ലാം കൂടി എടുത്ത് അത് നമ്മൾ ചോറെടുത്ത് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഇതും കൂടി ഇടണം കേട്ടോ. ഈ ഒരു സവാളയും പച്ചമുളകും പിന്നെ കറിവേപ്പിലയും, ഞാൻ സവാള എടുത്തേക്കുന്നത് 1 സവാളയാണ്. ഇപ്പോൾ സവാളയുടെയൊക്കെ ഇത് ഇഷ്ടമാണ്, കൂടുതൽ വേണമെന്നാണെങ്കിൽ അതനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാൻ എന്തായാലും 1 സവാള എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടി എടുത്തിട്ട് അതിലോട്ട് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. പിന്നെ ഇതിനകത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ആ ഒരു ഉപ്പും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള വേണ്ട ഐറ്റം എന്ന് പറഞ്ഞാൽ ദോശമാവാണ് കേട്ടോ. ഞാനപ്പോൾ വീട്ടിലരച്ച മാവാണ്, അത് ബാലൻസ് വന്നപ്പോൾ ആ ദോശമാവ് 1 കപ്പ് നിറച്ചില്ല കേട്ടോ. ദോശമാവും കൂടി എടുത്ത് ഇതിലോട്ട് ഒഴിച്ച് നല്ലപോലെ ഒന്ന് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ഈ ദോശമാവ് എടുക്കുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു പുളി ഉണ്ടാകും, പക്ഷെ എന്നാലും കുഴപ്പമില്ല, കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ സൈഡിലൊരു ചമ്മന്തിയും കൂടി വേണം, അതും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. ഞാൻ പക്ഷേ ചമ്മന്തി ഉണ്ടാക്കിയില്ല, എനിക്ക് ടൈം കുറവായതുകൊണ്ട് തന്നെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഇതേപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ പിന്നെ വെള്ളമൊന്നും ചേർത്തിട്ടൊന്നുമില്ല. ആ ദോശമാവിൻ്റെ ദോശമാവ് അത്യാവശ്യം ഇത്തിരി ലൂസായിരുന്നു. അങ്ങനെ ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടില്ല, 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി എടുക്കുവാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഇതൊരു വെറൈറ്റി സ്നാക്സ് അല്ലേ, അവർക്ക് എന്തായാലും ഇതേപോലെ തന്നെ പുളിയും അങ്ങനെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ ഒരു പാൻ വെച്ചു. ആ പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചായിരുന്നു. ആ എണ്ണയും കൂടി ചൂടായി കഴിഞ്ഞപ്പോൾ ഇട്ട് കൊടുത്തു. ഞാൻ ആദ്യം സ്പൂൺ കൊണ്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പക്ഷേ സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്നോട്ട് നമുക്ക് ഇടാൻ പറ്റില്ല. പിന്നെ ഞാൻ കൈ കൊണ്ട് നല്ല കുഞ്ഞുനാക്കി ഇങ്ങനെ ചെറുതാക്കി ചെറിയ പീസാക്കിയാണ് ഇട്ട് കൊടുത്തത്. എന്തായാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ചമ്മന്തിയും കൂടി വേണമായിരുന്നു, പക്ഷേ ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയില്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് എന്തായാലും ആയി കിട്ടും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചോറും ദോശമാവും അല്ലേ എടുത്തേക്കണം, പെട്ടെന്ന് ആയി കിട്ടും, അധികം നേരമൊന്നും വേണ്ട. നമ്മുടെ ചായ റെഡി ആകുമ്പോഴത്തേക്കും ഈ ഒരു സ്നാക്സും കൂടി എന്തായാലും റെഡിയാകും. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോകല്ലേ, അപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കൾ ഇങ്ങനെ സ്കൂളും കഴിഞ്ഞൊക്കെ വരുമ്പോൾ ഇതേപോലെ അവർക്കൊരു വെറൈറ്റിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനെ ഫസ്റ്റ് ഇട്ടത് ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്നായി കിട്ടി, ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്നായി കിട്ടും, ഒത്തിരി നേരമൊന്നും വെയിറ്റ് ചെയ്യുകയൊന്നും വേണ്ട. അങ്ങനെ ഞാൻ അതെടുത്ത് മാറ്റി പിന്നെ 2ാമത്തെ ട്രിപ്പും കൂടി ഇടുവാണ് കേട്ടോ. ഇതെനിക്കൊരു 3 പ്രാവശ്യം ഇടാനായിട്ടുള്ള ഉണ്ടായിരുന്നു കേട്ടോ മാവ്. നമ്മൾ എടുക്കണ അനുസരിച്ച് ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് പിന്നെ ഉണ്ടാക്കാം. എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് ഞാനങ്ങനെ 2ാമത്തെ ട്രിപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും പെട്ടെന്ന് ഇങ്ങനെ ആയി. പിന്നെ ഞാൻ ഇന്ന് ചായ വെച്ചത് പാലിരിപ്പുണ്ടായിരുന്നു, അപ്പോൾ പാൽ ചായ കേട്ടോ ഞാൻ ഇട്ടത്. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്, ചായയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. അപ്പം നിമോച്ചേൻ്റെ അഭിപ്രായം കൂടി നമുക്ക് അറിയാം. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഒരു വെറൈറ്റി ടേസ്റ്റ് അല്ലേ? എരിവൊന്നും വലുതായിട്ടില്ല, അമ്പുക്കുട്ടന് കഴിക്കാൻ പറ്റിയതാ. അമ്പുക്കുട്ടന് മതി. കൊള്ളാവോ ഏട്ടാ? അടിപൊളി, നല്ല അത് ഒരു വെറൈറ്റി സ്നാക്സാ. അപ്പം നമ്മുടെ സ്നാക്സ് ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. എന്തായാലും അധികം എരിവൊന്നുമില്ല. പിന്നെ പച്ചമുളകൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ എന്തായാലും കുഞ്ഞു മക്കൾക്കൊക്കെ ഇതേപോലത്തെ സ്നാക്സൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് അവരെ ഒന്ന് സന്തോഷിപ്പിക്കുക. അപ്പോൾ ഇത്രേ ഉള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയൊരു ചമ്മന്തി കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയില്ല, എന്താണെന്ന് വെച്ചാൽ എനിക്ക് സമയം കിട്ടിയില്ല, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇതാരെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ ചെറിയൊരു ചമ്മന്തിയും കൂടി അതിൻ്റെ കൂടെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ്. അപ്പോൾ എല്ലാവർക്കും